Good morning. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ഒരു പ്രോബ്ലം, കമ്പാരിറ്റീവ്ലി ഒരു മീഡിയം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A hemisphere of diameter 80 mm is resting on the ground with its flat surface facing upwards. A square pyramid having side of base 40 mm and axis 60 mm is resting on its base centrally on the top of the hemisphere. Draw the isometric projection of the combination of solids. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെമിസ്ഫിയറിൻ്റെയും ഒരു സ്ക്വയർ പിരമിഡിൻ്റെയും കോമ്പിനേഷനാണ്. അതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ കേസ് നമുക്കറിയാം. ഹെമിസ്ഫിയറിൻ്റെ ഫ്ലാറ്റ് സർഫസ് അപ്വേർഡ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യണം ഹെമിസ്ഫിയർ. എന്നിട്ട് ആ ഫ്ലാറ്റ് സർഫസിന് മുകളിലാണ് ഒരു പിരമിഡ്, ഒരു സ്ക്വയർ പിരമിഡ് റെസ്റ്റ് ചെയ്യിക്കുന്നത്. രണ്ടിൻ്റെയും സെൻറ്റർ ആക്സിസ് മീറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ആക്സിസ്, ആ ബേസിലെ പോയിന്റ്, ആക്സിസിന്റെ പോയിന്റ്, ആ പോയിന്റ് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യണം ഏത് ഹെമിസ്ഫിയറിന്റെ ടോപ്പ് ഫേസിന്റെ സെന്ററിൽ കോയിൻസൈഡ് ചെയ്യണം. ഈ രീതിയിലാണ് റെസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പം നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ അതിന്റെ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ആണ് ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ഓർത്തോഗ്രാഫിക് വ്യൂ. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ കൺസ്ട്രക്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഓൾറെഡി ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കുറെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് ഓർത്തോഗ്രാഫിക് വ്യൂ നമുക്കറിയാം. ഓർത്തോഗ്രാഫിക് വ്യൂവിൽ ഈ കേസിൽ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് വ്യൂവിൽ ഒരു സെമി സർക്കിളിന്റെ ഫ്ലാറ്റ് സർഫസ് മുകളിൽ വരുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ വരും. ആ സെമി സർക്കിളിന് മുകളിൽ ഒരു ട്രയാങ്കിൾ. ടോപ്പ് വ്യൂവിലാണെങ്കിൽ ഒരു സർക്കിൾ വരും. സർക്കിളിന്റെ സെന്ററിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പും വരും. ഇതാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഓർത്തോഗ്രാഫിക് വ്യൂവിലേക്ക് പോവാം. ഓർത്തോഗ്രാഫിക് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ് വൈ ലൈൻ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഹെമിസ്ഫിയർ ആണ്. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ 80 mm എന്ന് പറഞ്ഞു. ഹെമിസ്ഫിയർ ഓഫ് ഡയമീറ്റർ 80 mm, സോ ദാറ്റ് ഇറ്റ്സ് റേഡിയസ് മസ്റ്റ് ബി ഈക്വൽ ടു 40 mm. ആ 40 mm റേഡിയസിൽ ഒരു സെന്റർ കിട്ടും. അതിനുശേഷം നമ്മൾ ഡയമീറ്റർ, ആ ഫ്ലാറ്റ് സർഫസ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഡയമീറ്റർ 80 mm തന്നിട്ടുണ്ട്. അപ്പോൾ ആ 80 mm ഡയമീറ്റർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക. 80 mm ഡയമീറ്റർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. ഇതിൻ്റെ ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വേർഡ്സ്. ഇതാണ് ഫ്ലാറ്റ് സർഫസ്, അത് ഫേസിങ് അപ്വേർഡ്സ്. ഇതാണ് ഹെമിസ്ഫിയർ. ഇനി ഹെമിസ്ഫിയറിന് മുകളിലാണ് നമുക്ക് ഒരു സ്ക്വയർ പിരമിഡ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്വയർ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ടോപ്പ് വ്യൂ നമുക്കറിയാം, ഇവിടെ ഒരു സെന്റർ പോയിന്റ് ഫിക്സ് ചെയ്യണം. ഇതാണ് ഡയമീറ്റർ. ആ ഡയമീറ്റർ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഡയമീറ്റർ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് റാൻഡമായിട്ട് ഒരു പോയിന്റ് സെന്റർ പോയിന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഈ ഡയമീറ്റർ ഇവിടെ ചെയിൻ ലൈനിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ആ സർക്കിള് തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. തിക്ക് ലൈനിൽ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ, ഹെമിസ്ഫിയറിന്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യാം. ഹെമിസ്ഫിയറിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇതാണ് ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ ഓഫ് ദി ഹെമിസ്ഫിയർ, ഒരു സർക്കിൾ കിട്ടും. അതിനുശേഷം ഫ്രണ്ട് വ്യൂ
ഒരു സെമി സർക്കിൾ, ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വേർഡ്സ്. ഇതാണ് കണ്ടീഷൻ. അതിനുശേഷം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇനി ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പാണ്, അതാണ് സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ. ആ സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ, അതിൻ്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്. എ സ്ക്വയർ പിരമിഡ് ഹാവിങ് സൈഡ് ഓഫ് ബേസ് 40 mm, സൈഡ് ഓഫ് ബേസ് 40 mm. അപ്പം ഇത് സെൻറ്റർ ആണെങ്കിൽ ഇവിടുന്ന് 20 mm ഒരു സൈഡ്, 20 mm, 20 mm, 20 mm. ഈ രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. 40 mm സൈഡുള്ള ഒരു സ്ക്വയർ, 40 mm സൈഡ് ലെങ്ത്തിൽ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. ഇതാണ് സ്ക്വയർ ഷേപ്പ്. ആ സ്ക്വയർ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പിൻ്റെ ഒരു സൈഡ് ലെങ്ത്, ഇത് 20 mm, 20 mm, 20 mm, 20 mm. അപ്പോൾ ടോട്ടൽ 40 mm സൈഡ് ലെങ്ത് കിട്ടും. സ്ക്വയർ പിരമിഡ് ആണ്. സോ ദാറ്റ് the top view, in top view there must be slant heights, there must be slant heights. ഇതാണ് കൺസെപ്റ്റ്. ഇനി അതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം, ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, നമുക്ക് ഈ ലെങ്ത് കിട്ടി. ഇനി ആക്സിസ് ഹൈറ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ആക്സിസ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ് ഈസ് ഈക്വൽ ടു 60 mm. Then we can complete that front view of the square pyramid. Front view of the square pyramid. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബൗണ്ടറി ലൈൻ കംപ്ലീറ്റ് തിക്ക് ലൈനിലേക്ക് മാറും, ബൗണ്ടറി ലൈൻ കംപ്ലീറ്റ് തിക്ക് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഓവറോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഇവിടെ ആക്സിസ് ഹൈറ്റ് 60 mm ആണ്. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ O ഡാഷ് P ഡാഷ് എന്ന് നെയിം ചെയ്തോളൂ. P ഡാഷ് ഈ ഒരു പോയിന്റ് സെൻറ്റർ പോയിന്റ്, ഇത് O ഡാഷ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് O വിസിബിൾ, P ഇൻവിസിബിൾ, ഈ സെൻറ്റർ പോയിന്റ് കിട്ടും. പിന്നെ 1 2 3 4 ABCD നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനിവിടെ 1 2 3 4 യൂസ് ചെയ്യുകയാണ്. 1 2 3 4 ഈ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്, കോർണർ പോയിന്റ്സ് നമ്മൾ 1 2 3 4 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹിയർ ദിസ് പോയിന്റ് ഈസ് 4 ഡാഷ് ഇൻ ബ്രാക്കറ്റ് 1 ഡാഷ് and this point is 3 dash in bracket 2 dash. അപ്പോൾ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും കംപ്ലീറ്റ് ആയി. വളരെ ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ദർ മസ്റ്റ് ബി in isometric projection x y z coordinates is equal to, or the length of x y z coordinate is equal to 0.816 times true length, or 0.816 into true length. അപ്പോൾ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പിന്നെ ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഈ ഒരു എൻറ്റയർ ടോപ്പ് വ്യൂവിന് ഞാൻ ഒരു ബോക്സിൽ എൻക്ലോസ് ചെയ്തു. എൻ്റെ ടോപ്പ് വ്യൂ മീൻസ് അവിടെ ഒരു സർക്കിളാണ്, ആ സർക്കിളിനെ ഒരു ബോക്സിൽ എൻക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു പോയിന്റ്സിന് ഇത് XY എന്ന് നെയിം ചെയ്യുക. ഇവിടെ ഞാൻ ഈ ഒരു ലോവർ ലെഫ്റ്റ് കോർണറിന് ഞാൻ ക്യാപിറ്റൽ O ആയിട്ട് നെയിം ചെയ്തു. ഇതാണ് ഒറിജിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ബോക്സിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് പിന്നെ ടോപ്പ് വ്യൂ എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ടോപ്പ് വ്യൂ എൻക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ XY പ്ലെയിൻ എന്ന് മാർക്ക് ചെയ്യണം. XY പ്ലെയിൻ and this plane is equal to XZ plane. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈഡിലേക്കുള്ള ലെങ്ത്തുകളൊക്കെ X കോർഡിനേറ്റ്, ഇതൊക്കെ Y കോർഡിനേറ്റ്. ഈ ഫ്രണ്ട് വ്യൂവിൽ ഈ ഹൈറ്റ് ഒക്കെ വരുന്നത് Z കോർഡിനേറ്റും ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ ഓർത്തോഗ്രാഫിക് വ്യൂവിന് ശേഷമാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് പോകുന്നത്. നമ്മൾ ഇതിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തു. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐസോമെട്രിക് പ്രൊജക്ഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഐസോമെട്രിക് സ്കെയിലാണ്. ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്, മാക്സിമം ലെങ്ത് കിട്ടുന്ന ലെങ്ത് നമ്മൾ ട്രൂ ലെങ്ത് ആയിട്ട് എടുക്കും. ആ മാക്സിമം ലെങ്ത് എനിക്ക് തോന്നുന്നു ഇവിടെ 60 mm ആണ്. 60 mm ലെങ്ത്, 60 mm ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് മാർക്ക് ചെയ്യുവാണ്. ട്രൂ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യും.
അതിനുശേഷം ആ ട്രൂ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എൻഡിൽ നിന്ന് 15 ഡിഗ്രി മാർക്ക് ചെയ്യും. ആൻഡ് മാർക്ക് അനദർ ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് true length. Then find out the intersecting point of these both two lines. Then we will get the isometric length of this particular true length. ഈ ട്രൂ ലെങ്ത്തിന്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഒരു എൻഡിൽ നിന്ന് 15 ഡിഗ്രിയിലുള്ള ഒരു ലൈന്, അനദർ എൻഡിൽ നിന്ന് 45 ഡിഗ്രിയിലുള്ള ഒരു ലൈൻ. ഓക്കെ, ദെൻ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി ഐസോമെട്രിക് ലെങ്ത് ഓഫ് ദി ഗിവൺ ട്രൂ ലെങ്ത് ഓർ 60 mm. ഈ 60 mm ട്രൂ ലെങ്ത്. ഓക്കെ, ഇനി നമ്മൾ 60 mm എനിക്ക് തോന്നുന്നു 60 mm ആണ് ഒരു മാക്സിമം ഹൈ ലെങ്ത്. ഓക്കെ, ഇനി അഥവാ എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡ് ലെങ്ത് ഇവിടെ ഡയമീറ്റർ ഇസിക്കൽ ടു 80 mm തന്നിട്ടുണ്ട്. അപ്പൊ 80 mm നിങ്ങൾ ട്രൂ ലെങ്ത് ആയിട്ട് എടുത്താൽ മതി. അതായിരിക്കും മാക്സിമം ഹൈറ്റ് വരുന്നത്, മാക്സിമം ലെങ്ത് ആയിട്ട് വരുന്നത് 80 mm. അപ്പൊ ഈ 80 mm ആണ് ട്രൂ ലെങ്ത് ഇസിക്കൽ ടു 80 mm ആയിട്ട് എടുക്കുന്നത്. അതായിരിക്കും ഏറ്റവും മാക്സിമം ലെങ്ത് ആയിട്ട് വരുന്നത്. കാരണം 80 mm ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 80 mm ട്രൂ ലെങ്ത് ആയിട്ട് എടുത്തിട്ട് അതിന്റെ ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഐസോമെട്രിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുവാണ്. ഐസോമെട്രിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈന് കൺസ്ട്രക്ട് ചെയ്യും, ഒരു ഹൊറിസോണ്ടൽ ലൈന്. ഇനി കോർഡിനേറ്റ് സിസ്റ്റം മാർക്ക് ചെയ്യുമ്പോൾ ദർ മസ്റ്റ് ബി സം ഒറിജിൻ O, then x coordinate, that isometric x coordinate inclined 30 degree with horizontal direction, then isometric y coordinate, or y axis, isometric y axis inclined 30 degree with horizontal direction, then z axis, isometric coordinate സിസ്റ്റത്തിലെ z axis. ആ z axis മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഐസോമെട്രിക് കോർഡിനേറ്റ് സിസ്റ്റം. ഇനി ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു ഓരോ ലെങ്തിൻ്റെയും ഐസോമെട്രിക് ലെങ്തിലേക്ക് പോവുകയാണ്. ആ ഐസോമെട്രിക് ലെങ്തുകളാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബോക്സ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് മാർക്ക് ചെയ്യുന്നത്, ഈ ഒരു ബോക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടോപ്പ് വ്യൂവിൽ ഒരു സ്ക്വയറിലാണ് ഈ പറയുന്ന സർക്കിൾ ഇൻക്ലോസ്, ഒരു എന്താ പറയണ്ടേ, ആ ഒരു സർക്കിളിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 80 mm ആണ്. ആ സൈഡ് ലെങ്ത് 80 mm ഐസോമെട്രിക് ലെങ്ത് നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ ഐസോമെട്രിക് ലെങ്ത് ആണ് ആക്ച്വലി എക്സ് കോർഡിനേറ്റിൽ മാർക്ക് ചെയ്യുന്നത്, എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഐസോമെട്രിക് ലെങ്ത് ഓഫ് ദി ട്രൂ ലെങ്ത്, ഈ ട്രൂ ലെങ്തിൻ്റെ ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 80 mm ഐസോമെട്രിക് ലെങ്ത് 80 mm ഇൻറ്റു 0.816 കിട്ടും. അതിവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വൈ കോർഡിനേറ്റ്, അഗെയിൻ വൈ കോർഡിനേറ്റ് ഇത് പിന്നെ സ്ക്വയർ ആണ്, അപ്പോൾ എക്സും വൈയും ഈക്വൽ ആണ്. ഇപ്പോൾ വൈ കോർഡിനേറ്റ് അഗെയിൻ സെയിം തന്നെ കിട്ടും. ആ സെയിം ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് പാരലൽ ടു എക്സ് ആയിട്ട് ഒരു ലൈന്, പാരലൽ ടു വൈ ആയിട്ട് ഈ പോയിന്റ് ഒരു ലൈൻ. അപ്പം നമുക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് ഈ ഒരു ഐസോമെട്രിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്വയർ, ഈ ഒരു സർക്കിളിനെ എൻക്ലോസ് ചെയ്ത് സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 80 mm ഐസോമെട്രിക് ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും അഗൈൻ 80 mm ഐസോമെട്രിക് ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 0.816. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്വയറിനെ അങ്ങോട്ടേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് 4 സെൻറ്റർ മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു എലിപ്സ്, സർക്കിള് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എലിപ്സ് ആയിട്ടാണ് വിസിബിൾ ആവുക. ആ എലിപ്സ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റും മാർക്ക് ചെയ്യും. ചെയിൻ ലൈൻ വെച്ച് കണക്ട് ചെയ്തു. അതേ മോഡൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ പോയിന്റ് കണക്ട് ചെയ്ത്, അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് P
പി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ടോപ്പ് ഫേസിലെ സെൻറ്റർ. അവിടെയാണ് ഈ ഒരു സ്ക്വയർ അല്ല, അവിടെ ഒരു എലിപ്സിൻ്റെ ഷേപ്പിലാണ് ഇവിടെ വിസിബിൾ ആവുക. അവിടെയാണ് സർക്കിൾ ഉള്ളത്. ഇവിടെ ഈ ഒരു ഫേസിലാണ് സർക്കിളായിട്ട് ഒരു ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ അവിടെ ഒരു സർക്കിളായിട്ടാണ് ടോപ്പ് വ്യൂവിൽ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സെൻറ്റർ മെത്തേഡ്, അപ്രോക്സിമേറ്റ് 4 സെൻറ്റർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ കോർണറും ഈ ഒരു മിഡ് പോയിന്റിലേക്ക് ഉള്ള ലൈനുമായിട്ടുള്ള ഈ ഒരു കോർണറും ഈ ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യും. ഈ ഒരു കോർണറും ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്യും. എന്നിട്ട് ഇത്രയും റേഡിയസ്, ഈ ഒരു റേഡിയസ് എടുത്തിട്ട് ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ആ സെയിം പ്രൊസീജിയർ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഈ കോർണറും ഈ സെൻറ്ററും കണക്ട് ചെയ്യുക, ഈ കോർണറും ഈ സെൻറ്ററും കണക്ട് ചെയ്യുക. എന്നിട്ട് റേഡിയസ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തു, ഈ റേഡിയസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്തു. നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ലൈനും മീറ്റ് ചെയ്യുന്ന ഇത് സെൻറ്റർ ആയിട്ട് എടുക്കണം. ഇത്രയും റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ സെൻറ്റർ ഇത്രയും റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് അവിടെ ഒരു എലിപ്സിൻ്റെ ഷേപ്പ് കിട്ടും. ആ എലിപ്സിൻ്റെ ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ആ ഹെമിസ്ഫിയർ കംപ്ലീറ്റ് ചെയ്യണം. ആ ഹെമിസ്ഫിയർ കംപ്ലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത്. X, Y, Z coordinates is equal to 0.816 times true length, but radius of the sphere is equal to true length. ഇതാണ് കൺസെപ്റ്റ് ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് സെൻറ്റർ ആയിട്ട് എടുക്കും. പി ആണ് സെൻറ്റർ. പി സെൻറ്റർ ആയിട്ട് എടുത്തിട്ട് ഒരു റേഡിയസ് ട്രൂ ലെങ്ത് എടുത്തിട്ട്, റേഡിയസ് ട്രൂ ലെങ്ത് മീൻസ് ഇത് 40 mm ആണ് റേഡിയസ്. ആ 40 mm റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യും. ആ ആർക്ക് നമുക്കറിയാം ആ ഒരു ഈ ഒരു എലിപ്സിനെ 2 പോയിന്റിൽ ഇവിടെയുമായിട്ട് മീറ്റ് ചെയ്യും. അപ്പോൾ അതിൽ വിസിബിൾ ആകുന്ന പോർഷൻ, ഈ ഒരു വിസിബിൾ ആകുന്ന പോർഷൻ നമ്മൾ തിക്ക് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ഒരു പോർഷൻ വിസിബിൾ ആകുന്ന പോർഷൻ തിക്ക് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഇൻവിസിബിൾ ആകുന്ന പോർഷൻ ബ്രോക്കൺ ലൈനാണ്. അത് നമുക്ക് നോക്കാം, അത് ഫൈനൽ സ്റ്റേജിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു റേഡിയസ് ഓഫ് ദി സ്ഫിയർ must be equal to true length. Radius of the sphere must be equal to true length. Here true length is equal to 40 mm. അപ്പോൾ ആ ഒരു സ്ഫിയർ നമുക്കവിടെ ഹെമിസ്ഫിയറിൻ്റെ ടോപ്പ് ഫ്ലാറ്റ് സർഫസ് അപ്വേർഡ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പിരമിഡാണ് ഇവിടത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിരമിഡിൻ്റെ ഈ ഒരു ലെങ്ത് നമുക്കറിയാം 20 mm. ഇപ്പോൾ 20 mm ഈ ഒരു എന്ന് പറഞ്ഞാൽ സൈഡ് ലെങ്ത്തിൻ്റെ ഹാഫാണ് 20 mm ആയിട്ട് വരുന്നത്. അപ്പോൾ സെൻറ്റർ പോയിന്റ്, ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 20 mm പാരലൽ ടു എക്സും പാരലൽ ടു വൈ ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് പാരലൽ ടു എക്സ് ആയിട്ട് 20 mm മാർക്ക് ചെയ്യുക, പാരലൽ ടു എക്സ് ആയിട്ട് 20 mm, പാരലൽ ടു വൈ 20 mm. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് പാരലൽ ടു വൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് 20 രണ്ട് സൈഡിൽ അതേ മോഡൽ ഇവിടുന്നു 20 പാരലൽ ടു എക്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തു, പാരലൽ ടു എക്സ്, then പാരലൽ ടു വൈ, then from this point we can draw a line which is parallel to x. അപ്പോൾ ഇവിടെ ഈ ടോട്ടൽ ലെങ്ത് 40 mm കിട്ടും. സെൻറ്ററിൽ നിന്ന് 20 mm ഓരോ സൈഡിലേക്കും പ്രൊഡ്യൂസ് ചെയ്യും, ആ ഒരു ഇത് മാർക്ക് ചെയ്യും. അപ്പോൾ അവിടെ നമുക്കറിയാം ആ ഒരു ലെങ്ത്. ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നമുള്ളത്, നമ്മളിപ്പോൾ 20 mm മീൻസ് 20 mm ഐസോമെട്രിക് ലെങ്ത് ആണ്. ഐസോമെട്രിക് ലെങ്ത് ഓഫ് 20 mm ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 20 mm നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ട്രൂ ലെങ്ത്തിൽ 20 mm മാർക്ക് ചെയ്തിട്ട് അത് ഈ ഒരു 45 ഡിഗ്രി ലൈനിന് പാരലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് കിട്ടും. ഈ ഐസോമെട്രിക് ലെങ്ത് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 20 mm അല്ല, ഐസോമെട്രിക് ലെങ്ത് ഓഫ് ദി 20 mm. Isometric length of 20 mm. That means 20 into 0.816. 20 into 0.816 ആണ് ഈ മാർക്ക് ചെയ്യുന്നത്. ഇതും 20 into 0.816, ഇത് 20 into 0.816, 20 into 0.816. അപ്പോൾ ഒരു സൈഡ്
one side of the square pyramid. In isometric projection is equal to that 40 mm into 0.816. 40 into 0.816 ആണ് ഈ സൈഡ് ലെങ്ത് വരും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഈ ഹൈറ്റ് ആണ്, ഈ ആൾട്ടിറ്റ്യൂഡ് 60 mm ആണ്. ആ 60 mm ഐസോമെട്രിക് ലെങ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ 60 mm ഈ ട്രൂ ലെങ്ത്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 45 ഡിഗ്രി ലൈനിൽ പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ഇവിടെ കിട്ടും. ഐസോമെട്രിക് ലെങ്ത്, ആ ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ പി ടു ഒ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് O to P, this axis length is equal to then OP is equal to 60 into 0.816. 60 into 0.816. Then side length. This is 1, 2, 3, 4. Mark here in isometric projection 1, 2, side length 1, 2 is equal to 40 into 0.816. 40 into 0.816. Similarly, 2, 3 is equal to same. Then 3, 4 equal to same. Then 4, 1 also equal to 40 into 0.816. 40 into 0.816. This is the concept. Here OP, axis height OP is equal to 60 true length ആണ് 60 into 0.816. ഇനി ഫൈനലായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മൾ ഈ 1ഉം ഈ ഒരു എപ്പെക്സും കണക്ട് ചെയ്യുവാണ്. അതേപോലെ 3ഉം എപ്പെക്സും കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ദെൻ ഈ ആക്സിസിന് മുകളിലൂടെ വരും. 4ഉം എപ്പെക്സും കണക്ട് ചെയ്യുവാണ്. ഇനി വിസിബിൾ ആകുന്ന പോർഷൻ ഈ 1, 4 ഇവിടെ വിസിബിൾ ആണ്. Then 4, 3 again visible ആണ്. 3 പോർഷൻ ആണ് വിസിബിൾ ആവും. ഇൻവിസിബിൾ ആകുന്ന പോർഷൻസ് നമ്മൾ ബ്രോക്കൺ ലൈനിലേക്ക് മാർക്ക് ചെയ്യും. ഈ 1, 2 ഇൻവിസിബിൾ ആണ്. ബേസ് എഡ്ജ് 1, 2 ഇൻവിസിബിൾ ആണ്. അതേപോലെ 2, 3 ഇൻവിസിബിൾ ആണ്. 2, 3 ഇൻവിസിബിൾ ആണ്. ഇത് രണ്ടും ബ്രോക്കൺ ലൈനിലേക്ക് മാറും. ദെൻ ഇതാ ഈ ഒരു പോർഷൻ, ഇതാ ഇത്രയും ഒരു പോർഷൻ ഈ ഒരു പിരമിഡിൻ്റെ ഈ ഒരു പോർഷൻ വരെ നമുക്ക് പിന്നെ ഈ ഒരു ഹെമിസ്ഫിയർ വിസിബിൾ ആവും. ഈ ഒരു പോർഷൻ വരെ ഹെമിസ്ഫിയർ വിസിബിൾ ആവും. ദെൻ ഇൻവിസിബിൾ പോർഷൻ മസ്റ്റ് ബി ഇൻ ബ്രോക്കൺ ലൈൻ. ആ ഇൻവിസിബിൾ പോർഷൻ നമ്മൾ ബ്രോക്കൺ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഫൈനൽ ആൻസർ. ആ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്ന ഇത്രയും പോർഷനാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാറ്റിൻ്റെയും ഐസോമെട്രിക് ലെങ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എല്ലാ XY Z കോർഡിനേറ്റ്സിൻ്റെയും ഐസോമെട്രിക് ലെങ്ത്തുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈൻ, ഇപ്പോൾ 4, 3 എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുന്നുണ്ട്. ദാറ്റ് മസ്റ്റ് ബി പാരലൽ ടു X ആക്സിസ്. 1, 2 must be parallel to X axis in isometric projection. Then 1, 4 must be parallel to OY. Then 2, 3 must be parallel to OY. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 1, 4 is equal to that 40 into 0.816. 2, 3 again 40 into 0.816. 4, 3 again 40 into 0.816. നമ്മൾ ഇതൊക്കെ പിന്നെ ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ആണ്, P ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ P എന്ന് വേണം നമ്മൾ ഓരോ സൈഡിലേക്കും 20, 20, 20 വെച്ച് മാർക്ക് ചെയ്യാൻ. ആ പോയിന്റിൽ നിന്ന് X ആക്സിന് പാരലായിട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് X ആക്സിന് പാരലായിട്ട് വരയ്ക്കും. അതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് Y ആക്സിസ്, ഈ ഒരു പോയിന്റിൽ നിന്ന് Y ആക്സിന് പാരലായിട്ട് ലൈൻസ് പ്ലോട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇത് ഫൈനൽ ഷേപ്പ് കിട്ടുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഇൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസ് ഓഫ് ദി സ്ഫിയർ മാർക്ക് ചെയ്യുമ്പോൾ, ഈ സ്ഫിയറിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യുമ്പം ദിസ് റേഡിയസ് മസ്റ്റ് ബി equal to 40 mm അല്ലെ. 40 mm റേഡിയസ്, 80 mm ഡയമീറ്റർ ആണ്. ഇപ്പോൾ 40 mm റേഡിയസ്. അത് ക്ലിയർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. കാരണം അവിടെ 0.816 അല്ല, റേഡിയസ് മസ്റ്റ് ബി ഈക്വൽ ടു ട്രൂ ലെങ്ത് 40 mm. അതേസമയം ഐസോമെട്രിക് വ്യൂ ആയിരുന്നെങ്കിൽ ദിസ് റേഡിയസ് മസ്റ്റ് ബി ഈക്വൽ ടു 40 into 1.22. 40 into 1.22. ഇതാണ് ഓവറോൾ
isometric projection of the combination of solids. അപ്പോൾ ഐസോമെട്രിക് സ്കെയിൽ ഈ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മസ്റ്റായിട്ട് ഉണ്ടാവണം. പിന്നെ ഓർത്തോഗ്രാഫിക് വ്യൂ, ആ ഒരു കൺസെപ്റ്റ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ പ്രോബ്ലം ആയിട്ട് കാണാം. താങ്ക് യു ആൾ.